നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ആരോടും വഴക്കിനും വക്കാണത്തിനും പോവാനൊന്നും എനിക്ക് വയ്യ. അവര് സ്വത്ത് വീതം വെച്ച് എടുക്കുകയോ പുതിയ ബിസിനസ് തുടങ്ങുകയോ എന്താന്ന് വെച്ച് ചെയ്യട്ടെ. എനിക്കെന്താ അതിൽ കാര്യം? അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ അനാഥയാ. അങ്ങനെ പറയല്ലേ മോളെ. നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിമിഷം മുതൽ നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ? കഥയിലെ രാജകുമാരിക്ക് ജീവിതത്തിൽ എന്താ സ്ഥാനം? ഓരോരുത്തരും പറയുന്നത് ഓരോ കഥകൾ. വിശ്വേട്ടൻ പറയുന്നതല്ല ചെട്ടിയാർ വീട്ടുകാരുടെ കഥ. ആ കഥയല്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ. ഒടുക്കം ഒരു കഥയിലും ഇല്ലാതെ വെറുതെ കഥയില്ലാത്തവളായി മാറിപ്പോയി ഞാൻ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ മോളെ. നിനക്കേ കഥയുള്ളൂ. നിനക്ക് മാത്രമേ കഥയുള്ളൂ. ആ കഥ കാലം നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മലർക്കെ തുറന്നു വയ്ക്കുന്ന ഒരു ദിവസം വരും. അന്ന് നീ പറയും, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി നീയാണെന്ന്. അങ്ങനെ കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് മുത്തശ്ശി കഥയിലെ ഭാഗ്യവതി ആകണ്ട എനിക്ക്. എനിക്ക് അർഹിക്കുന്നത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നീ അർഹിക്കുന്നത് എന്തൊക്കെയാ? ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടു കൂടെ ഒരു ജീവിതം. എനിക്ക് അവകാശപ്പെട്ടതെന്ന് ഉറപ്പുള്ള ഒരിത്തിരി ശുദ്ധവായു. എന്റെ സ്വപ്നങ്ങൾ പോലെ ഉയർന്നു പറക്കാൻ ഒരാകാശം. അത് മതി. അത് മാത്രം മതി എനിക്ക്. ഗണേശ, ഗണേശ, കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലാണല്ലോടാ. അലമേലു അമ്പനും മില്ലിലും അടുക്കുന്നില്ല. എന്തു പറ്റിയ? അവൾക്ക് സ്വത്തും മുതലൊന്നും വേണ്ട, ഒക്കെ മാണിക്യമംഗലത്തുകാരെടുത്തോട്ടെ എന്ന്. പെരിയര് അതെന്താ ഇപ്പൊ അങ്ങനെ? അറിയില്ല. അവളുടെ മനസ്സാകെ കലുഷിതമാണ്. അടിസ്ഥാനമില്ലാത്ത ആശങ്കകളാണ് അവൾക്കുള്ളതെങ്കിലും ഈ നേരത്തെ അവളിങ്ങനെ തളർന്ന കാര്യങ്ങൾ കൈവിട്ടു പോവും. ഈ ഒരു ഗ്യാപ്പില് മാണിക്യമംഗലത്തുകാരെ നമ്മളെ തോൽപ്പിക്കുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യും പെരിയരെ? നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എനിക്കോ? അതെ, നീ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. പെരിയര് എന്തായി പറയണേ? ഞാനോ? സ്ഥാനം പറയുമ്പോ നീ ഇവിടുത്തെ ജോലിക്കാരനാ. പക്ഷേ അവളുടെ മനസ്സിൽ അതിലും വലിയ സ്ഥാനം നിനക്കുള്ളത്. അവളുടെ ജീവൻ രക്ഷിച്ചവനാ നീ. നീ പറഞ്ഞ അവള് കേൾക്കും. നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മാണിക്യമംഗലത്തെ പെണ്ണുങ്ങൾ കൂടുതൽ ശക്തരാവും. സംഭവം കാപട്യമാണെങ്കിലും സ്വത്തുക്കളൊക്കെ ഇപ്പൊ അവരുടെ പേരിലാണല്ലോ. യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കാൻ അലമേലുവിനെ മുന്നിൽ നിർത്തിയിട്ട് വേണ്ടേ നമ്മൾ അങ്കത്തട്ടിൽ ഇറങ്ങാൻ. അവള് പിന്മാറിയ അതോടെ കഴിഞ്ഞില്ലല്ലോ. ചെട്ടിയാർ വീടിനോടുള്ള താൽക്കാലിക തെറ്റിദ്ധാരണകൾ കൊണ്ട് അവളിതൊക്കെ കൈവിട്ട് കളഞ്ഞ നഷ്ടം നമുക്കല്ലേ. ഗണേശ, നീ എത്രയും പെട്ടെന്ന് അവളോട് സംസാരിക്കണം. അവര് നടത്തിയതിനേക്കാൾ അധികം ശക്തിയുള്ള പത്രസമ്മേളനം
നമ്മൾ നടത്തണം. തെളിവും സാക്ഷികളൊക്കെ ഞാൻ ഉണ്ടാക്കും. ഒടുക്കം നമ്മൾ ഈ കേസ് ജയിക്കുകയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് അവരുടെ തലക്കിട്ട് ഒരു കൊട്ടുകൊടുക്കാൻ ഇങ്ങനൊരു പ്രസ് മീറ്റ് അത്യാവശ്യമാണ്. നീ ചോദിച്ചാ അവളൊരു വരം തരാതിരിക്കില്ല. ചെന്ന് അവളോട് സംസാരിക്കേ. ഞാൻ സംസാരിക്കാൻ പെരിയോരെ. വെറുതെ സംസാരിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ഞാൻ പരമാവധി ശ്രമിക്കാം. മതി, അത് മതി. നീ പേസിട്ട് വാ. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യങ്ങള് ഇവൻ പറഞ്ഞ കേൾക്കുമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടോ? ആരെ എങ്ങനെ ചെറുതായിട്ട് കാണരുത് രുക്കു. യുദ്ധം ജയിക്കാൻ നമ്മൾ ഏത് തന്ത്രവും പയറ്റണം. 18 ദിവസം നീണ്ട 18 അക്ഷോണികൾ, പരസ്പരം ഏറ്റുമുട്ടിയ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഓർക്കാപ്പുറത്തെ ട്വിസ്റ്റ്. ഭീഷ്മ പിതാമഹന്റെ പതനമായിരുന്നു. അതിന് കാരണക്കാരനായതോ കേവലം ഒരു ശിഖണ്ഡി. ആരെയും ഒന്നിനെയും നമ്മളങ്ങനെ വില കുറച്ച് കാണരുത്. വൻമരമാവില്ല, ചിലപ്പോ കച്ചിത്തിരുമ്പാവും നമുക്ക് ജീവൻ തിരിച്ചു തരുന്നത്. കപ്പൽ വേണമെന്നില്ല, കൊതുമ്പ് വെള്ളം മതി ചില നേരത്ത് ആഴക്കടലിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ. ചെട്ടിയാരെന്നും ചെറിയ സ്വപ്നങ്ങൾ കൊണ്ട് വലിയ ലോകങ്ങൾ കീഴടക്കിയവനാ. റുക്കു നോക്കിക്കോ, അവൻ ജയിക്കും. ഗണേശൻ അവൻ എറണമുള്ളവനാ റുക്കു. ചെട്ടിയാരുടെ ശ്രദ്ധ തിരിക്കാൻ ദയവായിട്ട് നമുക്കുണ്ടെന്ന അവസരം ആതിരക്കുട്ടി. ഇത് ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ചെറിയ വാശികളുടെ പേരിൽ നീ ഇത് വേണ്ടെന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് തന്നെ. അപ്പോ ചെട്ടിയാര് പറയുന്ന കേട്ടോണ്ട് ഞാൻ വീണ്ടും മാണിക്യമംഗലത്തുകാർക്ക് നേരെ ആയുധം എടുക്കണമെന്നാണ് സുനീഷേട്ടൻ പറയുന്നത്? ആതിരക്കുട്ടി ആർക്ക് നേരെ ആയുധം എടുക്കണമെന്നല്ല. മനസ്സാക്ഷിക്ക് ചേരാത്ത ഒരു കാര്യവും ചെയ്യേ വേണ്ട. പക്ഷേ തൽക്കാലം ചെട്ടിയുടെ കണ്ണ് മൂടിക്കെട്ടാൻ ഇത് ചെയ്തേ പറ്റൂ. കൂടെ നിൽക്കുന്നുവെന്ന് കുറഞ്ഞ പക്ഷം അഭിനയിക്കെങ്കിലും വേണം. ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ശേഷം എന്താ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. അതല്ലേ ആതിരക്കുട്ടി ബുദ്ധി. സുനീഷേട്ട, ആതിരക്കുട്ടി ഒന്നും പറയണ്ട. ഈ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ മനസ്സിലാ. പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമല്ല. ഇപ്പൊ നീ ചെട്ടിയാരെ അനുസരിച്ച വേറെയുമുണ്ട് ഗുണം. ഞാൻ പറഞ്ഞ നീ എന്ന് കേൾക്കുന്നാണല്ലോ ചെട്ടിയാരെ വിശ്വസിക്കണേ. ജീവൻ തിരിച്ചു തന്നതിനുള്ള നന്ദി, കടപ്പാട്. അതല്ല നീ എൻ്റെ ജീവനാണെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. അയാളുടെ വിശ്വാസം സത്യമാണെന്ന് തെളിഞ്ഞ നമുക്ക് കൂടുതൽ അടുത്തിടപെടാനുള്ള അവസരം ഉണ്ടാവും. ആരും നമ്മളെ സംശയിക്കില്ല.
ചെട്ടിയാർക്ക് വേണ്ടിയല്ല, സ്വത്തിനും മുതലിനും ഒന്നും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി നമുക്ക് ജീവിച്ചൂടെ ആതിരക്കുട്ടി? പെരിയരെ, എന്തേ ഗണേശ, അവള് സമ്മതിച്ചോ? ഗണേശ, നീ എന്തൊന്നും മിണ്ടാത്തേ? നിന്നെയും അവളെ കൈയൊഴിഞ്ഞോ? ശരി, നീ വിഷമിക്കണ്ട. പോട്ടെ, എല്ലാം കൈവിട്ട് പോട്ടെ. അവളുടെ വാശി തന്നെ ജയിക്കട്ടെ. അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനീ സ്വത്തും മുതലൊക്കെ? എല്ലാവരും എടുത്തോട്ടെ. മാണിക്യമംഗലത്തെ പെണ്ണുങ്ങള് കൂടുതൽ അഹങ്കാരികളും ആവട്ടെ. ആർക്കാ ഛേദം? എനിക്ക്